അപ്പോൾ ഇതാ ഷൈജു ദാമോദരൻ പറഞ്ഞതുപോലെ ഏത് മൂട് വള്ളംകളി മൂട്. നമുക്ക് പോകാം ആലപ്പുഴയിലേക്ക്. വള്ളംകളിക്കായുള്ള ഒരുക്കങ്ങളൊക്കെ ഏത് രീതിയിലാണ്? അവിടെ എല്ലാം സെറ്റായാലല്ലേ നമുക്ക് അവിടെ പോകാൻ വഴക്കൂ. ഷാജിക്കയുണ്ട്. ഷാജഹാൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് പൊളി വൈബ് മൂഡിൽ തന്നെയാണ് ഷാജഹാൻ ഉള്ളത്. അടിപൊളി. ഇനിയിപ്പോൾ ആലപ്പുഴ ഭയങ്കര ആവേശമാണ്. കാര്യം 2 ദിവസം, കാര്യം ഇനി മണിക്കൂറുകൾ മാത്രമാണ് വിനിഷ. സൗന്ദര്യം കൂട്ടാൻ മത്സരിക്കുകയാണോ വേണ്ടത്, അല്ലെങ്കിൽ ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരമാണോ എന്നുള്ളതാണോ? തീപാറുന്ന മത്സരങ്ങൾ. ഇത് നമ്മുടെ കണ്ടില്ലേ, ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കണ്ട, ഇത് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ്. നമ്മളിത് പ്രേക്ഷകർക്കും പ്രത്യേകിച്ച് നാളെ വിനീഷയൊക്കെ ഇവിടെ വരുന്നതാണ്, അപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നതിന് കൂടിയിട്ടാണ്. ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിൻ്റ്. ഇവിടെ 4 ട്രാക്കുകളാണുള്ളത്. കണ്ടോ, നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം 4 ട്രാക്കുകളാണുള്ളത്. ഈ ട്രാക്ക് ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ്. നേരത്തെയൊക്കെ നമ്മുടെ പഴയ കാലത്തൊക്കെ വള്ളം ഒരുപോലെ പിടിച്ച് ഒക്കെയായിരുന്നു സ്റ്റാർട്ട്. പക്ഷേ ഇപ്പോൾ ചങ്ങലക്കിട്ട് ഇവിടെ ഒരു പ്രത്യേക സംവിധാനമൊക്കെ ഉണ്ട്. വളരെ കൃത്യമായിട്ട് ഈ വള്ളങ്ങളൊക്കെ പിടിച്ച് അതിനുശേഷം സ്റ്റാർട്ടർ വിസിൽ ഊതുമ്പോൾ വള്ളം ഒറ്റ ഇതിന് വള്ളങ്ങളൊക്കെ തന്നെ ഇവിടുന്ന് പുറപ്പെടുന്ന സംവിധാനമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് പുറയിൽ നമ്മളൊരു പാലം കാണുന്നുണ്ട്, കണ്ടല്ലോ, ഒരു അടിപൊളി പാലം. ഇത് ആലപ്പുഴ നഗരസഭ നിർമ്മിച്ച ഒരു പാലമാണ്. അതിൻ്റെ ഉദ്ഘാടനം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നമ്മുടെ മന്ത്രി എം പി രാജേഷാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അതിമനോഹരമായൊരു പാലം. കുട്ടനാട്ടിൽ തന്നെയാണോ ഈ പാലം എന്നൊരു പക്ഷേ വിനിഷയ്ക്ക് ഒരു സംശയം തോന്നിയേക്കാം. പക്ഷേ ഇത് കുട്ടനാട്ടിൽ തന്നെയാണ്. അക്കാര്യത്തിൽ ഒരു സംശയമില്ല. പാലങ്ങൾക്ക് പ്രസിദ്ധമാണല്ലോ ആലപ്പുഴ. ഏത് പാലമാണ് ഏറ്റവും കൂടുതൽ സുന്ദരി എന്ന് ചോദിച്ചാൽ പലതിൻ്റെയും പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്ന തരത്തിൽ പാലങ്ങളുടെ നാട്ടിൽ പുതിയൊരു പാലം കൂടെ വരുന്നതിൽ ഞങ്ങൾക്ക് ആർക്കും ഒരു അത്ഭുതവുമില്ല. ഷാജി, തീർച്ചയായിട്ടും ഇത് പുന്നമടയെയും കരയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ്. ഏതാണ്ട് 3 കോടി അധികം രൂപ മുടക്കിയാണ് ആലപ്പുഴ നഗരസഭ ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഇതിൻ്റെ നിർമ്മാണം നടക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്റ്റാർട്ടിംഗ് പോയിന്റിലാണ്. നമുക്കിനിയിപ്പോൾ ഫിനിഷിംഗ് പോയിന്റിലേക്ക് പോകാം. ചേട്ടാ, നമുക്ക് ഫിനിഷിംഗ് പോയിന്റിലേക്ക് പോകാം. ഇവിടെ നിന്നും ഏതാണ്ട് 1150 മീറ്റർ ദൈർഘ്യമാണ് സ്റ്റാർട്ടിംഗ് ടു ഫിനിഷിംഗ്. ഇവിടെ നിന്നും ഈ വള്ളങ്ങളൊക്കെ തന്നെ സ്റ്റാർട്ട് ചെയ്ത് ഏതാണ്ട് 3.5 മിനിറ്റ്, 3:40 ഇതൊക്കെ തന്നെയാണ് ടൈം. ഭയങ്കര സ്പീഡാണ്. കാര്യം ഇത്രയും നമ്മൾ ഈ സ്പീഡ് ബോട്ടിൽ പോലും കൂടെ എത്തിപ്പെടാൻ കഴിയാത്ത തരത്തിലാണ് 100 തുഴച്ചിൽക്കാർ വരെ അണിനിരന്നുകൊണ്ടുള്ള മത്സരങ്ങൾ നടക്കുന്നത്. വളരെ വാശിയേറിയ ഒരു മത്സരത്തിന് പുന്നമട ഒരുങ്ങിക്കഴിഞ്ഞ്. ഇപ്പോൾ പുന്നമടയൊക്കെ നിശ്ചലമാണ്. നമുക്ക് നാളെ ഈ സമയത്തൊക്കെ ഈ സ്ഥലത്തൊന്നും വന്നിങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല. കാര്യം ഇവിടെയൊക്കെ തന്നെ വള്ളങ്ങളും ജനങ്ങളും ഒക്കെ തന്നെയായിരിക്കും. ഒരു പക്ഷേ ലോകത്ത് 3-3.5 ലക്ഷം ജനങ്ങൾ പ്രേക്ഷകരായി എത്തുന്ന ഒരു മത്സരം വള്ളംകളി അല്ലാതെ മറ്റൊന്നുമില്ല. ചേട്ടാ, നമുക്ക് സ്റ്റാർട്ട് ചെയ്തോ, നമുക്ക് തിരിച്ചു പോവാം. അത്ര മനോഹരം. ഇപ്പോൾ ഹൗസ് ബോട്ടുകൾ വരുന്നു. ഹൗസ് ബോട്ടുകൾക്ക് വേണ്ടി ഇവിടെ പ്രത്യേക സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. കാര്യം അതിന് സൈഡിൽ കൂടെ ഹൗസ് ബോട്ടുകൾ പോകണം. ടൂറിസം മേഖലയിൽ ഏതാണ്ട് 1500ഓളം ഹൗസ് ബോട്ടുകളുണ്ട്. അതിനും സൈഡിൽ കൂടെ പോകണം. അപ്പോൾ ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിലാണ് വിനിഷ ഞാൻ നിൽക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ നിന്ന് നേരെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് നമ്മുടെ ബോട്ട് തിരിച്ചിരിക്കുകയാണ്. ഇവിടെ നിന്നും കാണാം അങ്ങ് ദൂരെ ഏതാണ്ട് ഇവിടെ നിന്നേണ്ട 1150 മീറ്റർ ദൂരെ നമുക്ക് ഫിനിഷിംഗ് പോയിന്റ് കാണാം. ഇവിടെ നിന്ന് നാളെ ഇവിടെ എത്തുന്ന തുഴച്ചിൽക്കാരുടെയൊക്കെ നെഞ്ചിടിപ്പായിരിക്കും. കാര്യം ഏതാണ്ട് 10-15 ചുണ്ടൻ വള്ളങ്ങൾ, മൊത്തം 21 ചുണ്ടൻ വള്ളങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതിലേതാണ്ട് 15 ചുണ്ടൻ വള്ളങ്ങൾ ഏതാണ്ട് 40 ദിവസത്തിലധികം പരിശീലനം പൂർത്തിയാക്കിയ ശേഷം എത്തിയിരിക്കുകയാണ്. രാവിലെയും വൈകിട്ടും. അവരുടെ ചെലവ് എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു വള്ളം പരിശീലനം പൂർത്തിയാക്കി നെഹ്റു ട്രോഫി കപ്പടിച്ച് അവർ പോകുന്നതിന് ഏതാണ്ട് 1,70,80,00,000 ലക്ഷം വരുന്നുണ്ട്. 2 കോടി മുടക്കുന്നവരുണ്ട്. അങ്ങനെ തുഴച്ചിൽക്കാരെ നമുക്ക് സാധാരണഗതിയിൽ നേരത്തെ കുട്ടനാട്ടുകാരായിരുന്നു, കരക്കാരുടെ വള്ളംകളിയായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനൊക്കെ മാറ്റം വന്നു. ഇപ്പോൾ പുറത്തു നിന്നും, ഇപ്പോൾ ISL മാതൃകയിലൊക്കെ തന്നെ പുറത്തു നിന്നും ഏതാണ്ട് 30 കളിക്കാരെ കൂടി നമുക്ക് ഓരോ വള്ളത്തിലും കയറ്റാമെന്നൊരു നില വന്നു. അങ്ങനെ വന്നപ്പോൾ മണിപ്പൂരിൽ നിന്നും അതോടൊപ്പം തന്നെ ജമ്മു കാശ്മീരിൽ നിന്നും അങ്ങനെ ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും നിരവധി പ്രതിഭകളായിട്ടുള്ള തുഴച്ചിൽക്കാരെ കൂടി കുട്ടനാട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. അതിൽ പോലീസുകാരുണ്ട്, അങ്ങനെ അവിടുത്തെ നേവിക്കാരുണ്ട്. അങ്ങനെ ഈ മേഖലയിൽ തുഴച്ചിലുമായി ബന്ധപ്പെട്ട് വളരെ മികവ് പുലർത്തിയിട്ടുള്ള തുഴച്ചിൽക്കാരെ കൂടുതൽ പണം നൽകിക്കൊണ്ടാണ്
ഓരോ ചുണ്ടൻ വള്ളവും കുട്ടനാട്ടിൽ എത്തിച്ചിരിക്കുന്നത്. അവരേതാണ്ട് 40 ദിവസത്തോളമായി കുട്ടനാട്ടിൽ ക്യാമ്പ് ചെയ്യുകയാണ്. ഈ ക്യാമ്പ് ഇന്നലെയോടുകൂടി ക്യാമ്പും പരിശീലന തൊഴിലുമൊക്കെ തന്നെ സമാപിച്ചു. ഇന്ന് എല്ലാവർക്കും പൂർണ്ണ വിശ്രമമാണ്. ഈ വള്ളങ്ങളൊക്കെ തന്നെ മിനുക്ക് പണികൾക്കായിട്ട് കരയിൽ കയറ്റി വെച്ചിരിക്കുന്നു. നാളെ പുലർച്ചെ ഓരോരുത്തരും അവരുടെ ഈ വള്ളത്തിനൊക്കെ തന്നെ വളരെ സമയം ഒക്കെ ക്രമീകരിച്ചുകൊണ്ടാണ് അവർ അത്തരം ആചാരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നാളെ രാവിലെ ഏതാണ്ട് 7 മണിക്കും 6 മണിക്കും ഇടയിലായിട്ട് ഈ ചുണ്ടൻ വള്ളങ്ങളൊക്കെ വീണ്ടും നീരണിയും. പുത്തൻ ചുണ്ടൻ കപ്പടിക്കുന്നതിന് വേണ്ടിയിട്ട് പുന്നമടക്കായലിലേക്ക് നാളെ രാവിലെ മുതൽ തന്നെ ചുണ്ടൻ വള്ളങ്ങളൊക്കെ തന്നെ എത്തും. ഈ കരകളിലൊക്കെ തന്നെ നമുക്ക് നടന്നു പോകാൻ കഴിയാത്ത തരത്തിൽ അല്ലെങ്കിൽ നിൽക്കാൻ കഴിയാത്ത തരത്തിലുള്ള ജനങ്ങളായിരിക്കും. ഈ സൈഡിലൊക്കെ തന്നെ കുറ്റിയടിച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് പൂർണ്ണമായിട്ടും ബോട്ടുകൾ അകത്തേക്ക് കടന്നു വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഭാഗത്തൊക്കെ കുറ്റിയടിച്ചിരിക്കുന്നതിന് തൊട്ട് സമീപത്തായിട്ട് പുതിയ റിസോർട്ടുകളുണ്ട്. അങ്ങനെ ടൂറിസം മേഖലയ്ക്ക് വളരെ ആവേശം പകരുന്ന ഒരു വള്ളംകളിയാണ് നമുക്ക് ഇത്തവണയുള്ളത്. കാര്യം ഇത് കഴിഞ്ഞാൽ അടുത്ത ദിവസങ്ങളിൽ ഓണമാണ്. ആ ഓണത്തിൻ്റെ ആഘോഷമാണ് പൊതുവെ നമ്മൾ കേരളത്തിലെങ്ങും കാണുന്നത്. ആ ഓണത്തിൻ്റെ ആഘോഷത്തിൻ്റെ ഇടയിലാണ് ഇത്തവണ നെഹ്റു ട്രോഫി മത്സരം വന്നിരിക്കുന്നത് എന്നുള്ളത് വളരെ ആവേശം പകരുന്നു കുട്ടനാട്ടുകാർക്ക്. പ്രത്യേകിച്ച് ഓഗസ്റ്റ് മാസത്തിലെ 2ാം ശനിയാഴ്ചയായിരുന്നു സാധാരണഗതിയിൽ പുന്നമടക്കായലിൽ വള്ളംകളി നടന്നിരുന്നതെങ്കിൽ ഇത്തവണ അതിന് സർക്കാർ ഒരു മാറ്റം വരുത്തി. കാര്യം ടൂറിസവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇത്തവണ വള്ളംകളി നടത്തിയാൽ അത് ടൂറിസം മേഖലയ്ക്കും വള്ളംകളിക്കും ഗുണം ചെയ്യും. അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്ത് അല്ലെങ്കിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലുള്ളവർ കുട്ടനാട്ടുകാരുണ്ട്. അവർക്കൊക്കെ ഈ അവധി ദിവസങ്ങളിൽ കുട്ടനാട്ടിലെത്തി വള്ളംകളി കാണാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ ഈ ഓരോ തവണയും ഏതാണ്ട് 3-3.5 ലക്ഷമാണ് വരുന്നതെങ്കിൽ ഇത്തവണ അതിനേക്കാൾ കൂടുതൽ ജനങ്ങൾ വള്ളംകളി കാണുന്നതിനായിട്ട് പുന്നമടക്കായലിലെത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പം നമുക്ക് കാണാം ഇവിടെയൊക്കെ വളരെ നിശ്ചലമാണ്. എല്ലാവരും നാളത്തേക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ്. നാളെ രാവിലെ 11 മണിയോടുകൂടിയാണ് ചെറുവള്ളങ്ങളുടെ മത്സരങ്ങൾ നടക്കുന്നത്. മൊത്തം 71 ചുണ്ടൻ വള്ളങ്ങളാണ് 71ാമത് നെഹ്റു ട്രോഫി ജലമേളയിൽ പങ്കെടുക്കുന്നത്. ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയാണ് സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നത്. ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് അടക്കം സംസ്ഥാനത്തെ മന്ത്രിമാരും അതോടൊപ്പം തന്നെ വിദേശ രാജ്യങ്ങളിലെ മന്ത്രിമാർ അങ്ങനെ വളരെ പ്രധാനപ്പെട്ട പ്രമുഖരായിട്ടുള്ള വ്യക്തികളുടെ സാന്നിധ്യത്തിലായിരിക്കും ഇത്തവണ മത്സര വള്ളംകളി നടക്കുക. അതുകൊണ്ട് തന്നെ കുട്ടനാടും പരിസര പ്രദേശങ്ങളുമൊക്കെ തന്നെ ആവേശത്തിലാണ്. കുട്ടനാട്ടിലെ ഓരോ കരക്കാരും കാരിച്ചാലാണേലും വിയപുരമാണേലും PBC ആണേലും അങ്ങനെ പുന്നമടയാണേലും അങ്ങനെ UBC ആണേലും ഓരോ ചുണ്ടൻ വള്ളങ്ങളുടെയും കരക്കാരൊക്കെ തന്നെ വളരെയധികം പ്രാർത്ഥനയിലും ആവേശത്തിലുമാണ്. കാര്യം തങ്ങളുടെ ഈ മത്സര വള്ളംകളിയിൽ വിജയിച്ചു കഴിഞ്ഞാലെന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. കാര്യം നെഹ്റു ട്രോഫി കരസ്ഥമാക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ുള്ളത് UBC കൈനകരിയാണ്. 14 തവണയാണ് UBC കൈനകരി നെഹ്റു ട്രോഫി കരസ്ഥമാക്കിയത്. ഇത്തവണയും മികച്ച ടീമുമായിട്ടാണ് UBC കൈനകരി വരുന്നത്. വിയപുരം ചുണ്ടനുണ്ട്. കഴിഞ്ഞ തവണ മില്ലി സെക്കൻഡ്സിൽ, അതായത് നമുക്ക് മില്ലി സെക്കൻഡ്സ് എന്ന് പോലും പറയാൻ കഴിയാത്ത തരത്തിൽ ഫിനിഷിങ്ങിലാണ് കഴിഞ്ഞ തവണ കപ്പ് നഷ്ടമായത് വിയപുരത്തിന്. അതുകൊണ്ട് വിയപുരവും ഇത്തവണ വരുന്നുണ്ട്. ഫിനിഷിംഗ് പോയിന്റിലും വളരെ മികച്ച ടീമുകൾ ഇത്തവണ മത്സരത്തിൽ പങ്കെടുക്കുന്നതുകൊണ്ട് കുറ്റമറ്റ രീതിയിലുള്ള ഫിനിഷിംഗ് സംവിധാനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ വളരെ മനോഹരമായ രീതിയിലുള്ള ഒരു മത്സരം നടക്കുന്നതിന് വേണ്ടി എന്ന് തോന്നുന്നു ഷാജി. കാരണം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഫോട്ടോ ഫിനിഷിംഗ് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോൾ ഇത്തവണ ഫോട്ടോ ഫിനിഷിംഗ് അല്ല, ഈ ഫൈനലിസ്റ്റുകളെ അറിയാൻ വേണ്ടി വെർച്വൽ സംവിധാനം അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൂടിയാണ് ഇത്തവണത്തെ വള്ളംകളിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ആരാണ് വിജയി എന്നറിയാൻ വലിയ ചർച്ചകളോ പ്രശ്നങ്ങളോ കഴിഞ്ഞ വർഷങ്ങളിലുണ്ടായതുപോലെ നിയമ നടപടികളിലേക്ക് വരെ പോകുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും വേണ്ടിവരില്ല. വിർച്വൽ സംവിധാനം അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഫിനിഷിംഗ് പോയിന്റിലെ ക്രമീകരണങ്ങളെക്കുറിച്ച് കൂടി ഷാജിയുടെ വള്ളത്തിന് വേഗം പോരാ. ഏതായാലും 4 മിനിറ്റ് താഴെ എടുക്കുന്ന സമയം കൊണ്ടാണ് ചുണ്ടൻ വള്ളങ്ങൾ ഫിനിഷിംഗ് പോയിന്റിലേക്ക് കുതിച്ചെത്തേണ്ടത്. ഇപ്പോഴിതാ ഷാജിയുടെ വള്ളത്തിന് സ്പീഡ് പോരാ. തീർച്ചയായിട്ടും വിനിഷ പറഞ്ഞ വളരെ കറക്റ്റാണ്. സ്പീഡ് ബോട്ടുകൾക്ക് പോലും ഒപ്പത്തിനെത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ്, അല്ലെ അത്ര വലിയ വേഗതയിലാണ് ഈ ചുണ്ടൻ വള്ളങ്ങളൊക്കെ തന്നെ നമുക്ക് സ്റ്റാർട്ടിങ് ടു ഫിനിഷിങ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ നമ്മുടെ വള്ളം എന്തായാലും ഈ ചുറ്റുപാടുമുള്ള വിശേഷങ്ങളൊക്കെ കാണിച്ചു പോകുന്നത് കൊണ്ട് തന്നെ കുറച്ച് സ്പീഡ് കുറച്ച് പോകുന്നു എന്നുള്ളതല്ല, മാത്രമല്ല വള്ളത്തിൽ അവിടെ എത്താൻ കഴിയാത്ത ആളുകളുടെ ഒരു ആകാംക്ഷയുണ്ടല്ലോ ഷാജി. ഇപ്പോൾ നമ്മുടെ യൂട്യൂബ് കമന്റ് ബോക്സിൽ രണ്ട് കരകളിലും കണ്ട പവലിയനൊക്കെ തന്നെ സജ്ജമായി കഴിഞ്ഞു. എല്ലാം പാസ് വെച്ചിട്ടുള്ള പവലിയനുകളാണ്. ഈ പവലിയനുകളിലൊക്കെ തന്നെ ജനങ്ങൾ നാളെ രാവിലെ മുതൽ തന്നെ എത്തിച്ചേരും.
ഇതിൻ്റെ നേരെ ഇടത്തെ സൈഡിൽ ഒരു ദ്വീപ് പോലെ കാണുന്നുണ്ട് രാജേഷ്. ആ ദ്വീപ് പോലെ കാണുന്നതാണ് മുഖ്യമന്ത്രിയും സംസ്ഥാന മന്ത്രിമാരും അതോടൊപ്പം തന്നെ വിശിഷ്ട അതിഥികളൊക്കെ തന്നെ വന്നിരിക്കുന്ന അവർക്ക് വേണ്ടി മാത്രമായിട്ട് ഒരുക്കിയിരിക്കുന്ന ഒരു പവലിയനാണ്. അതാണ് VVIP പവലിയൻ. അവിടെയാണ് വിശിഷ്ട അതിഥികളൊക്കെ തന്നെ മുൻപ് സംസ്ഥാനത്തെ അല്ലെങ്കിൽ ഇന്ത്യയിലെ പ്രധാനമന്ത്രി അടക്കമുള്ള സംസ്ഥാനത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരൊക്കെ തന്നെ മത്സരങ്ങളിൽ പങ്കെടുക്കുമായിരുന്നു. ഇവിടെയാണ് ഫിനിഷിംഗ് പോയിന്റ്. ഇപ്പം നമുക്ക് കാണാം തൊട്ട് മുൻപിലായിട്ട് നെഹ്റുവിൻ്റെ ഒരു പ്രതിമ നമുക്ക് കാണാം. അതിനോട് ചേർന്നിട്ട് ആ കുറ്റി അടിച്ചിരിക്കുന്നു. അതാണ് ഫിനിഷിംഗ് പോയിന്റ്. നമ്മളിപ്പോൾ ഫിനിഷിംഗ് പോയിന്റ് എത്തിയിരിക്കുന്നു. നാളെ ഇതുപോലെ ആരാണ് ആദ്യമായിട്ട് ഫിനിഷിംഗ് പോയിന്റിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. നാളെ 5 മണിക്കാണ് മത്സര വള്ളംകളിയുടെ ഫൈനൽ നടക്കുന്നത്. ഏതാണ്ട് കഴിഞ്ഞ തവണയൊക്കെ ഓരോ ഹീറ്റ്സിലും 4 വള്ളങ്ങൾ വീതം മത്സരിക്കുമ്പോൾ അതിൽ വിജയികളായി വരുന്നവരെ വെച്ചിട്ടാണ് അവസാനം 4 വള്ളങ്ങൾ ഫൈനലിൽ എത്തുന്നതെങ്കിൽ അതൊക്കെ തന്നെ കഥ മാറി. ഇപ്പോൾ ആദ്യം മുതൽ തന്നെ എത്തുന്ന വള്ളങ്ങളിൽ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഫൈനലിലെത്തിയ 4 ചുണ്ടൻ വള്ളങ്ങളെയാണ് ഫൈനൽ മത്സരത്തിനായി തിരഞ്ഞെടുക്കുക. ആ 4 വള്ളങ്ങളായിരിക്കും ഫൈനലിലെത്തുക. അതിലാരായിരിക്കും ഏറ്റവും മികച്ച ടൈമോടുകൂടി വള്ളം ഫിനിഷ് ചെയ്യുക, ആ വള്ളത്തിനായിരിക്കും ഇത്തവണ കപ്പ്. എന്തായാലും ഇത്തവണ നടുഭാഗവും അതോടൊപ്പം തന്നെ കാരിച്ചാലും ചെറുതനയും വിയപുരവും ഒക്കെ തന്നെ മത്സര രംഗത്തുണ്ട്. ആര് വിജയിക്കും ആര് പരാജയപ്പെടും ഒന്നും പറയാൻ കഴിയാത്ത സ്ഥിതിയാണ്. ഇപ്പം നമ്മൾ ഫിനിഷിംഗ് പോയിന്റിൽ എത്തിയിരിക്കുന്ന വിനിഷ. ഈ കാണുന്നതാണ് ഫിനിഷിംഗ് പോയിന്റ്. ഇവിടെയാണ് ഈ പോയിന്റ് കടന്നു കഴിഞ്ഞാൽ ആരാണ് മത്സര വിജയി എന്ന് നമുക്കറിയാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് തൊട്ട് ഫിനിഷിംഗ് പോയിന്റ് വരെ എത്തിയിരിക്കുന്നു. ഇതാണ് പ്രധാന പവലിയൻ. ഇവിടെയാണ് മുഖ്യ അതിഥികളൊക്കെ തന്നെ എത്തിച്ചേരുക. എന്തായാലും വളരെ വാശിയേറിയ ഒരു മത്സരത്തിനായിട്ട് പുന്നമടയും പരിസരവും ഒരുങ്ങിക്കഴിഞ്ഞു വിനിഷ. ഓരോ കരയ്ക്കും ഓരോ ക്ലബ്ബ്, ഓരോ ചുണ്ടൻ. അതിലേക്ക് ഇത്തവണ കൂടുതൽ മികവുറ്റ തുഴച്ചിലുകാർ. ആ സംഭവം കളറാകും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. അജാതി കൂട്ടുകളാണ്. നമ്മളിങ്ങനെ കറിക്കുള്ള കൂട്ടങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ കൂടുതൽ പച്ചക്കറികളൊക്കെ കൂടുമ്പോൾ അവിയലിന് നല്ല സ്വാദുണ്ടാകുമെന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് വള്ളംകളിക്ക് വേണ്ട കോപ്പുകൂട്ടൽ. അവിടെ തുഴച്ചിലുകാർ റെഡിയാണ്. കഴിഞ്ഞ കുറേ മാസങ്ങളായി അവർ പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. പുറത്തു നിന്നുള്ള മികച്ച ഏറ്റവും ഇന്ത്യയിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള മികച്ച തുഴച്ചിലുകാരെ ഓരോ ക്ലബ്ബുകളും ഇതിനോടൊക്കെ തന്നെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ടല്ലേ? തീർച്ചയായിട്ടും വിനിഷ. നാളെ രാവിലെ ഒരു വിശിഷ്ടാതിഥി കൂടി നമുക്കിവിടെ എത്തിച്ചേരുന്നുണ്ട്. കൈരളി TV-യുടെ എല്ലാമായിട്ടുള്ള വിനിഷയും നാളെ ഈ പുന്നമടക്കായലിലെത്തും. അപ്പോൾ ഇതിൻ്റെ ഓളവും താളവും വേഗവും ഒക്കെ തന്നെ വിനിഷയ്ക്കും മനസ്സിലാക്കാൻ സാധിക്കും. ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും നെഹ്റു ട്രോഫി പോലെ തത്സമയം ജനങ്ങൾക്ക് അവിടുത്തെ ഓരോ ചെയ്യാൻ വരുന്നത്. അതിന്റെ വല്ലാത്തൊരു എക്സൈറ്റ്മെന്റിലാണ് ഞാനുള്ളത്. പിന്നെ നമുക്ക് വളരെയധികം സന്തോഷം നൽകുന്നൊരു കാര്യമാണ് ഇത്തവണ നമ്മുടെ കൂടെ വളരെ മികച്ച ഒരു കമൻറ്റേറ്റർ ഉണ്ട്. വള്ളംകളിയുടെ ഓരോ സെക്കൻഡിലും ഓരോ മൂമെൻറ്റും കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നമ്മുടെ കൂടെ ഷൈജു ദാമോദരൻ എന്ന് പറയുന്ന ഇന്ത്യ അറിയപ്പെടുന്ന ലോകം അറിയപ്പെടുന്ന ഒരു കമൻറ്റേറ്റർ കൂടി നമ്മോടൊപ്പമുണ്ട്. മാത്രവുമല്ല അതോടൊപ്പം തന്നെ നമ്മുടെ ശരത്തും നമ്മുടെ മനുവും അങ്ങനെ വലിയൊരു ടീം ഇത്തവണ പുന്നമടക്കായലിലേക്ക് എത്തിച്ചേരും. ഈ മത്സര വള്ളംകളിയുടെ പൂർണ്ണ വിവരങ്ങൾ നാളെ രാവിലെ മുതൽ തന്നെ കൈരളി TV-യിൽ ഏതാണ്ട് 1 സെക്കൻഡ് പോലും ഇടവില്ലാതെ നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കും വിനിഷ. യെസ്, ഏതായാലും ഷാജഹാൻ അവിടെ റെഡിയാണ്. ഞങ്ങൾ മറ്റ് ക്രൂ മെമ്പേഴ്സ് എല്ലാവരും നാളെ ആലപ്പുഴയിലേക്ക് എത്തും. ഏതായാലും ആലപ്പുഴയിലെ ഓളപ്പരപ്പിലെ ഓണോത്സവം ആഘോഷമാക്കണം നമുക്ക്. അതിൻ്റെ ആരവങ്ങളെല്ലാം 1 സെക്കൻഡ് പോലും നേരത്തെ ഷാജി പറഞ്ഞതുപോലെ തന്നെ ഇടതടവില്ലാതെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടി എല്ലാവിധ സജ്ജീകരണങ്ങളും പൂർത്തിയായിരിക്കുന്നു. അപ്പോൾ നാളെ തുടങ്ങാം. കൈരളി ന്യൂസിനൊപ്പം ആലപ്പുഴയിൽ നിന്ന് ഷൈജു ദാമോദരനുണ്ടാകും. നമുക്കൊപ്പം നമ്മുടെ ക്യാപ്റ്റനായി മികച്ച തുഴച്ചിലുകാരനായി ഷൈജു ദാമോദരനുണ്ടാകും. അപ്പോൾ എല്ലാവരും കൈരളി TV-യോടൊപ്പം ചേരുക. നെഹ്റു ട്രോഫി 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളി തത്സമയം കൈരളി ന്യൂസിനോടൊപ്പം.